ഹലോ, ഇന്ന് നല്ല അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കാമേ. അതിന് തന്നെ ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള, 3 സവാളയാണ്. അതുപോലെ തക്കാളി, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൻ്റെ കൂടെ തന്നെ ഇന്നലെ ഉണ്ടാക്കി ടൊമാറ്റോ സോസ് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം മുന്തിരി നെയ്യിൽ വറുത്ത് കോരാം, പിന്നെ നമ്മുടെ സവാള നെയ്യിൽ വറുത്ത് കോരാം. ഞാൻ ഇതിനകത്ത് മുന്തിരി ചേർക്കുന്നത് ഇതൊരു പ്രോപ്പർ ബിരിയാണി അല്ല, കാരണം ഇത് ബസ്മതി റൈസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് മുന്തിരി ഇഷ്ടമായതുകൊണ്ടാണ് മുന്തിരി ചേർക്കുന്നത്. വേണ്ടവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം. ബസ്മതി റൈസ് അല്ല, നമ്മുടെ നോർമൽ ജീരകശാല റൈസ് വെച്ച് ഇത് ഉണ്ടാക്കാവുന്നതാണ്. കുക്കർ അടുപ്പ് വെച്ച് എണ്ണയും നെയ്യും തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നീളത്തിലരിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും അതിനകത്ത് കറിവേപ്പിലയും പിന്നെ മുളകും പിന്നെ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കാം. അതെല്ലാം ചേർത്ത് വഴറ്റിയതിന് ശേഷം അതിനകത്ത് നമുക്ക് പൊടികൾ ചേർക്കാം. മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി ഇത് ഇത്രയാണ് ചേർക്കുന്നത്. പിന്നെ അതിനകത്തോട്ട് ചിക്കൻ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ പകുതി വേവിച്ച് ബസ്മതി റൈസും പിന്നെ മുന്തിരിയും നമ്മുടെ മല്ലിയിലും എല്ലാം ചേർത്ത് വെച്ച് അടച്ച് വെച്ച് നമ്മളൊരു വിസിൽ അടിക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ബിരിയാണി റെഡിയാവും. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണേ. ബൈ.